ഹലോ ഫ്രണ്ട്സ്, മഴതൊരു മുമ്പിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാൻലി വിളിച്ച് ബാലചന്ദ്രൻ കാര്യങ്ങളൊക്കെ പറയുകയാണ്. നാളെ അലീനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. എപ്പോഴാണ് കൊണ്ടുവരേണ്ടത്? രാവിലെയാണോ ഉച്ചയ്ക്കാണോ എന്ന് ചോദിക്കാം. എപ്പോൾ വേണമെങ്കിലും ബാലചന്ദ്രനെ ഇങ്ങോട്ട് വരാം, ഇവിടെ ആരും ഒന്നും തടയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു ഉച്ചയ്ക്ക് വരാം. പിന്നെ ഒരു കാര്യം, മകളെ അവിടെ ഏറ്റെടുക്കുന്നത് കൊണ്ട് ഭാര്യയ്ക്കോ മക്കൾക്കോ നിങ്ങളുടെ ഫാമിലിക്കോ എന്തെങ്കിലും പ്രശ്നം? അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ഓക്കെ, അല്ല എൻ്റെ ഭാര്യ മക്കളുമൊക്കെ തന്നെയല്ലേ, അതൊക്കെ മാനേജ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി എനിക്കുണ്ട്. എൻ്റെ മകൾ തന്നെ അവൾ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വന്നാൽ മാത്രം മതി. സ്റ്റാൻഡിലൂടെ അവസാനമായിട്ട് ഞാനൊരു കാര്യം പറയാം. അവൾക്ക് എന്തെങ്കിലും ഒരു ദോഷമോ ബുദ്ധിമുട്ടോ അവിടെ ഉണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ട്. ഇവിടെ തിരിച്ചു കൊണ്ടാക്കിയേക്കണം. അതുപോലെ നിങ്ങൾക്ക് അവൾ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും ശരി, എന്നെ വിളിച്ച് അറിയിച്ചേക്കണം. ഞാൻ ആ നിമിഷം വരും അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അയാൾ പറഞ്ഞാണ്ട് എൻ്റെ മകളല്ലേ, അവൾക്ക് ഒരു കുറവും വരുത്താൻ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ വന്നോളൂ എന്ന് പറയാം. അങ്ങനെ ഫോണും വെക്കാം കേട്ടോ. അങ്ങനെ കൊല്ലപ്പള്ളിയിൽ അവിടെ എല്ലായിടത്തും പോയിട്ട് യാത്ര പറഞ്ഞ് തിരിച്ച് മനു വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി വരുവാണ്. കടപ്പാട്ട് വണ്ടി നിർത്തിയിട്ട് അലീനെ ഇറങ്ങാൻ പോകുമ്പോൾ അലീനെ ചോദിക്കുന്നുണ്ട്, മനുവേട്ടൻ വരുന്നില്ലേ എന്ന്. ഇറങ്ങണോ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ. വരണം, വന്നേ പറ്റുള്ളൂ. ഞാനെന്തിനാണ് വരണേ? അവിടെ വന്നിരുന്നിട്ട് എന്നോട് എല്ലാവരുടെ കൂടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് സംസാരിച്ചിരിക്കണം. ഇതൊക്കെയല്ലേ നിൻ്റെ ആഗ്രഹം? എല്ലാവരുടെയും യാത്രയൊക്കെ പറയണ്ടേ എനിക്ക്? മനുവേട്ടനും വാന്ന് പറയാം കേട്ടോ. നീ എല്ലാവരുടെയും യാത്ര പറഞ്ഞു, പക്ഷേ എന്നോട് യാത്ര പറയണ്ട. അതെന്താ മനുവേട്ടാ? അത് വേണ്ട, എനിക്കത് അത്രയ്ക്ക് ശരിയാവില്ല. എന്നാൽ ഞാൻ എന്തായാലും ഇറങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങാം കേട്ടോ. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ തന്നെ അലീനയുടെ കൈ പിടിച്ചാണ് കയറി വരുന്നത്. അലീനയ്ക്ക് അത്ഭുതമായി. മനു പറയുന്നുണ്ട്, നീ അത്ഭുതപ്പെടേന്ന് വേണ്ട, ഇതൊക്കെ ചെറിയൊരു റിഹേഴ്സൽ. എന്തെങ്കിലും ഒരു ദിവസം ഇതുപോലെ നിൻ്റെ കൈയും പിടിച്ച് ഇവിടെ കയറി വരാനൊരു ഭാഗ്യം ഉണ്ടാവും എന്നും പറഞ്ഞിട്ടാണ് കയറി വരുന്നത്. അപ്പോൾ കൃഷ്ണമോളും ബബിതയൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, അലിന ചേച്ചി എങ്ങനെ മനുവേട്ടനെ കണ്ടേ? പിന്നെ ശരണ്യരെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞല്ലേ പോയത്? അപ്പം മനു പറയുന്നുണ്ട്, അതെ അതൊക്കെ ശരിയാ, അവൾ അതുവഴി നേരെ കൊല്ലപ്പള്ളിയിലേക്ക് വന്നു. അവിടെ യാത്ര ചോദിക്കാനൊക്കെ എല്ലാം അമ്മയോടൊക്കെ യാത്ര ചോദിച്ചോ ചേച്ചി? എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ നമ്മുടെ അലീന പറയും, ഞാൻ ചായ ഇടാൻ നിങ്ങൾ സംസാരിക്കുക. അങ്ങനെ അലീന കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് ബാലചന്ദ്രൻ ഇങ്ങോട്ട് വരിക കേട്ടോ. മനു നീയാണോ? നീ ഇങ്ങനെയാ വന്നത്? അല്ല, ഇവള് കൊല്ലപ്പള്ളിയിൽ വന്നിരുന്നല്ലോ യാത്ര ചോദിക്കാനൊക്കെ ആയിട്ടെ. അപ്പം അത് കഴിഞ്ഞ് അച്ഛൻ തന്നെയാണ് പറഞ്ഞത് ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവിടാൻ. അങ്ങനെ ഞാൻ വന്നതാ. അത് ശരി. അപ്പോൾ എല്ലാവരുടെയും യാത്ര പറഞ്ഞു അല്ലേ? അതെ, ഇനിയിപ്പോൾ അലീന പോയി കഴിഞ്ഞാൽ ആൻറ്റി ഇങ്ങോട്ട് വരുമല്ലോ അല്ലേ? അപ്പോൾ എല്ലാം ശരിയാവോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ മനു ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അലീന പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവൾ പോയി കഴിഞ്ഞാൽ ഇത്രയും നാൾ അവളല്ലേ വീട് ഭരിച്ചുകൊണ്ടിരുന്നത്, ഇനിയിപ്പോൾ ഞാൻ തന്നെ ഭരിക്കാം, അങ്ങനെയാണെങ്കിൽ ആൻറ്റി വരുമ്പോൾ പ്രശ്നമാവില്ലേ എന്നും മനു ചോദിക്കും. എന്ത് പ്രശ്നം? ഭരണം മാറിയതൊക്കെ അറിയണ്ടേ, കാണിച്ചു കൊടുക്കാം, ഞാൻ വന്നോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ബബിതയ്ക്ക് ദേഷ്യം പറഞ്ഞിട്ടുണ്ട്. ബബിത പറഞ്ഞിട്ടുണ്ട്, എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ പറയണേ? അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെയും വഴക്കൂടാനുള്ള ചാൻസ് ആണോ നീ ഉണ്ടാക്കുന്നത്? അലീന ചേച്ചി ഇവിടുന്ന് പോകുന്നതിൻ്റെ മെയിൻ കാരണം തന്നെ ഒരു വഴക്കും ബഹളം ഉണ്ടാവാതെ നല്ല രീതിയിൽ കുടുംബം കൊണ്ടുപോകുന്നില്ലേ? അപ്പോൾ അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണത് എന്നും പറഞ്ഞുകൊണ്ട് ബബിത കേട്ടോ. അപ്പം എന്തായാലും ഞാനൊരു കാര്യം പറയാച്ചാ, അലീന ചേച്ചി ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അമ്മ വരുമല്ലോ തിരിച്ച്. അത് കഴിഞ്ഞ് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് അലീന ചേച്ചി തിരിച്ച് വിളിക്കണം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കണം, എല്ലാം ഓക്കെ ആവും. അപ്പോൾ ബബിതയോട് ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, മോളെ നിനക്കൊരു കാര്യം അറിയില്ല, എല്ലാം ഒരു തരത്തിൽ എങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ് നല്ലത്, അറിയാണ്ടിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കുള്ള ചായയും കാര്യമൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ അലീന. അങ്ങനെ എല്ലാവർക്കും അവിടെ കൊണ്ട് എല്ലാം കൊടുക്കുകയാണ്. ആ സമയത്ത് അപ്പോൾ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, നീ കൊല്ലപ്പള്ളി പോയിരുന്നോ, യാത്ര ചോദിച്ചു എന്ന് ചോദിക്കുക കേട്ടോ. അതെ, ഞാനവിടെ പോയി എല്ലായിടത്തും യാത്രയൊക്കെ ചോദിച്ചു. അവിടെ അപ്പോൾ എല്ലാവരും വലിയ ആഘോഷത്തിലായിരിക്കുമല്ലോ നീ പോകുന്നതുകൊണ്ട്. അപ്പോൾ തന്നെ മനു പറഞ്ഞിട്ടുണ്ട്, അതെന്താ അങ്ങനെ പറയുന്നത്? അവിടെ അലീന പോകുന്നുണ്ട്, രണ്ട് പേർക്ക് മാത്രമേ ഉള്ളൂ സന്തോഷം, ബാക്കി ആർക്ക് സന്തോഷമൊന്നുമില്ല, എൻ്റെ അമ്മയും ആൻറ്റിയും മാത്രം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മനു പറയാം കേട്ടോ. അപ്പം നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നിൻ്റെ ജാതകം മാറാൻ പോവുക. അപ്പോൾ പറഞ്ഞു, അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, നിൻ്റെ തലവര മാറാൻ പോകുന്നു, നീ നല്ലൊരു സ്ഥലത്തേക്ക് ചെന്നെത്തുന്നത്. ആണോ? അതെ. അപ്പോൾ പെട്ടെന്ന് നമ്മളെ ബബിത പറയുന്നുണ്ട്, അത് ശരി, എന്തോ രഹസ്യം ഉണ്ടല്ലോ ഇതിൽ. ചില കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് തന്നെ ഇരുന്നോട്ടെ മോളെ എന്ന് ബബിതയോട് പറയുന്നുണ്ട് കേട്ടോ നമ്മൾ ബാലചന്ദ്രൻ. അതൊക്കെ കുഴപ്പമില്ല, എന്തായാലും പോകുന്ന സ്ഥലം നല്ലതാണെന്നുള്ളത് കാര്യം മനസ്സിലായി. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ബബിത കുളിയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വന്നിരിക്കുമ്പോൾ വന്നിട്ടുണ്ട് നമ്മുടെ വൈജയുടെ ഫോണ്. അത് കാണുമ്പോൾ ബബിതയ്ക്ക് അത്ര ഇഷ്ടമാവുന്നില്ല കേട്ടോ. അമ്മയാണെങ്കിലും നമ്മുടെ സംസാരം ശരിയല്ലാത്തതുകൊണ്ട് ഫോണിലെടുക്കാൻ വലിയ താമസിച്ചാൽ പോയി എടുക്കുന്ന കേട്ടോ. അതിനും ആദ്യമേ തന്നെ ബബിത എല്ലാം ചോദിക്കും. അപ്പോൾ ബബിത പറഞ്ഞിട്ട് എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഞാൻ തന്നെ ചോദിക്കും, അല്ലേന്ന് അമ്മ എന്തിനാണ് ചോദിക്കുന്നത്? തർക്കുത്തരം തുടങ്ങിയല്ലോ അവൾക്ക്. എടി
നീ അമ്മയുടെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ സമാധാനമില്ലാത്ത പോകുന്നതെന്ന് ബബിത പറയാട്ടോ. അപ്പോൾ വൈജ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഒരുത്തി ഉണ്ടല്ലോ, അവളെന്താ പോയില്ലേ? അവളെ നിൻ്റെ അച്ഛനും വേണ്ടിയിട്ട് അവളെയും കൂടെ കൂട്ടി നിർത്താൻ ഒരു ഇതുണ്ടായല്ലോ, അത് തന്നെ നിൻ്റെയൊക്കെ സ്വഭാവം കൊണ്ടാണ് ഇതൊക്കെ എന്നൊക്കെ ഇങ്ങനെ വൈജ പറയാം. ബബിതയ്ക്ക് ദേഷ്യം വരണം. അമ്മ എന്തൊക്കെയായി പറയണേ? എപ്പം നോക്കിയാലും അതിനെ ചേച്ചിയും അച്ഛനും ചേർത്തൊക്കെ ഇങ്ങനെ പറയുന്ന നല്ല സ്വഭാവമാണോ അമ്മേ? അമ്മയുടെ ഈ സംസാരം എനിക്ക് കേൾക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാത്തത്. ഇടി അഹങ്കാരി, നീയൊക്കെ എല്ലാം അവരുടെ സൈഡാ അല്ലേ? എല്ലാം ഞാൻ വരട്ടെ, ഞാൻ തീർത്ത് തരുന്നുണ്ട്. അമ്മ ഇങ്ങോട്ട് വന്നാലും ദേവി ഇത് അച്ഛനോട് വഴക്കുണ്ടാക്കണമെന്ന് പോലും മനസ്സമാധാനം തരണം ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ബബിത അങ്ങോട്ട് അമ്മയ്ക്ക് നല്ല വഴക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. വൈജിയാണെങ്കിൽ ഒരു ഇഞ്ച് വിട്ട് കൊടുക്കുന്നില്ല. തിരിച്ച് ബബിത എന്നെ ശകാരിക്കും ചെയ്യില്ല. അവസാനം ബബിത ദേഷ്യം വന്ന് ഫോണും കട്ട് ചെയ്യാം കേട്ടോ. അത് നമ്മുടെ വൈജിക്ക് കുറച്ചും കൂടെ ദേഷ്യം, അഹങ്കാരി ഫോൺ കട്ട് ചെയ്തിരിക്കുന്നല്ലേ. പക്ഷേ ഈ സംഭവം കഴിഞ്ഞിട്ട് നമ്മുടെ ബബിതയ്ക്ക് വല്ലാതൊരു വിഷമായി കേട്ടോ. ആകെ മനസ്സിൽ സന്തോഷവും ഒക്കെ പോയി. അമ്മയോട് സംസാരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ അലീന ഒരു കപ്പ് കാപ്പിയായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ബബിതയെ വിളിക്കുമ്പോൾ ബബിതയ്ക്ക് നല്ല ദേഷ്യം വരിക. എന്തിനാണ് എന്നെ ഇങ്ങനെ വിളിക്കുന്നത്? ഒന്നും മിണ്ടാതിരുന്നേ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നത്? എന്താ എൻ്റെ പൊന്നുമോളെ ആരാ ദേഷ്യം പിടിപ്പിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബബിത പറയേണ്ട അമ്മയാണെന്ന്. അന്നേരം തന്നെ അലീനയ്ക്ക് കാര്യമൊക്കെ പിടികിട്ടി. അപ്പോൾ പറയാനായിട്ട് സാരമില്ല, അമ്മയല്ലേ, അമ്മമാർക്ക് മക്കൾ എപ്പോഴും ചിറകിൻ്റെ അടിയിൽ വേണം, അവരെ മറ്റൊരാളും രാഞ്ചിക്കൊണ്ട് പോകാൻ പാടില്ല, ആ ഒരു സ്വാതന്ത്ര്യം കൊണ്ട് അവരിങ്ങനെയൊക്കെ പറയുന്നത് എന്നും പറഞ്ഞ് തിരിച്ച് നമ്മളിങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല മോളെ, നമ്മൾ ക്ഷമിക്കണം, സഹിക്കണം. അമ്മമാരല്ലേ, അവർ സ്നേഹം കൊണ്ട്, അവരുടെ ഉള്ളിൽ സ്നേഹം ഉള്ളതുകൊണ്ട് നമ്മളെയൊക്കെ ശകാരിക്കും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ തിരിച്ചൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അലീന ചേച്ചി പോവുകയാണല്ലോ, ചേച്ചിക്ക് ഇതൊക്കെ പറഞ്ഞിട്ടങ്ങ് പോയാൽ മതി എന്നൊക്കെ ബബിതയും പറയാണ്. അങ്ങനെയല്ല മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഉപദേശവും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നീ ദേഷ്യപ്പെട്ടൊന്നും സംസാരിക്കല്ലേ എന്നും പറയാണ്. ബബിത ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താ എൻ്റെ സ്വഭാവം ഇങ്ങനെ? പെട്ടെന്ന് ദേഷ്യം വരും. എപ്പോഴും കൃഷ്ണൻ എന്നോട് പറയും ഞാൻ അഹങ്കാരിയാണെന്ന്, അതുകൊണ്ടാണോ? അതോ എനിക്കറിയില്ല. കൃഷ്ണയാണോ നീ അഹങ്കാരിയാണെന്ന് പറഞ്ഞത്? ഒരിക്കലും അല്ല. എന്നാൽ കൃഷ്ണനോടൊന്ന് ചോദിക്കണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന വേണ്ട ഇനിയിപ്പോൾ അവളുടെ വായിക്കണം കൂടെ കേൾക്കാൻ എനിക്ക് വയ്യാന്ന് ബബിത. അപ്പോഴാണ് രോഹിത് അങ്ങോട്ട് വരുന്നത്. എന്താ ഇവിടെ ചർച്ച? അല്ല കൃഷ്ണ എന്തേ? എന്താ കാര്യം പറ. അതല്ലെന്നേ, കൃഷ്ണ പറഞ്ഞു എന്ന് ഇവൾ അഹങ്കാരിയാണെന്ന്. ഓ അതെയോ, ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നേ. അപ്പോൾ രോഹിത് പറയാം, അതിൻ്റെ മറുപടി ഞാൻ തന്നാൽ പോരെ? ബബിത, ചില നഗ്നമായ സത്യങ്ങൾ നമ്മൾ തുറന്നു പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ബബിത ശരിക്കും പറഞ്ഞാൽ ഒരു അഹങ്കാരി തന്നെയാണെന്ന് അങ്ങ് പറയാം കേട്ടോ. അപ്പോൾ ബബിതയ്ക്ക് ദേഷ്യം വരണം. ബബിത അവിടെ നിന്ന് ഓടിക്കണം കേട്ടോ രോഹിത് അവിടെ നിന്ന് താഴെ ഇറങ്ങി ഓടുകയാണ്. സെറ്റിയിൽ അവിടെ ഇരുന്ന ഒരു പില്ലോ എടുത്ത് ബബിത ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ് രോഹിത്തിൻ്റെ ദേഹത്ത് കൊള്ളുക കേട്ടോ. രോഹിത്താണെങ്കിൽ അതെടുത്ത് ദേഷ്യം വന്ന് തിരിച്ചറിയാണ്. ബബിത മാറിക്കൊടുക്കുകയാണ്. പുറകെ വരുന്ന അലീനയുടെ ദേഹത്തേക്ക് അത് കൊള്ളുക കേട്ടോ. അപ്പോൾ അങ്ങനെ അലീന രണ്ടെണ്ണത്തിന് ഓടിച്ചു വിടുകയാണ്. അങ്ങനെ രണ്ടും കൂടെ മേളിൽ കയറി ഓടുകയാണ്. അതൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി അലീന ഉറങ്ങാൻ പോകുന്ന സമയത്ത് കൃഷ്ണമോൾ വരും കേട്ടോ. കൃഷ്ണമോൾക്ക് ഭയങ്കര സങ്കടമായി. അലീന നാളെ പോവാണ്. അപ്പോൾ അലീന പറഞ്ഞിട്ട് സാരമില്ല മോളെ, ഒക്കെ ശരിയാവും, വിഷമിക്കല്ലേ. എന്നാലും ചേച്ചി പോയി കഴിഞ്ഞാൽ അമ്മ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്നാണോ ചേച്ചി പറയുന്നത്? എനിക്ക് നല്ല പേടിയുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ കൃഷ്ണമോള്. അപ്പം അലീന പറയാണ്, ഇല്ല മോളിങ്ങി അകത്തോട്ട് വാ എന്നും പറഞ്ഞ് അകത്തേക്ക് വിളിച്ചിരുത്താണ് കേട്ടോ. നീ സങ്കടപ്പെടാതെ, ഞാൻ പോയാലും തിരിച്ച് വരുമല്ലോ കാണാനൊക്കെ ആയിട്ട്. പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് എൻ്റെ കൂടെ കിടക്ക്. അപ്പോൾ നമുക്ക് വിഷമമെല്ലാം മാറും. നേരം വെളുക്കുന്നവരെ നമുക്ക് വർത്തമാനമൊക്കെ പറഞ്ഞ് കിടക്കാം. ചേച്ചി പോയാൽ ഇവിടെ എല്ലാം ശരിയാവുമെന്നാണ് വിചാരം. അമ്മ ചിലപ്പോൾ തിരിച്ച് വരുമായിരിക്കും. അമ്മ വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ പഴയ പോലെ ഇവിടെ ജീവിക്കും മോളെ എന്ന് പറയാം. ഇല്ല ചേച്ചി, അതൊക്കെ ചേച്ചിയുടെ ആഗ്രഹം മാത്രമാണ്. ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ടാണ് അച്ഛൻ ഇവിടെ അടങ്ങി നിൽക്കുന്നത്. അതുകൊണ്ടൊന്നും അല്ല, ആണ് ചേച്ചിയുടെ മുന്നിൽ ചെറുതാവാൻ വയ്യാത്തതുകൊണ്ട് അച്ഛൻ ഇവിടെ അടങ്ങി നിൽക്കുന്നത്. മനസ്സിലായോ? അച്ഛൻ വലിയൊരാളല്ലേ ചേച്ചിയുടെ മനസ്സിൽ. അച്ഛന് സഹിക്കാനും ക്ഷമിക്കാനും പറ്റാത്ത പല കാര്യങ്ങളും അറിഞ്ഞു. എന്നിട്ട് അതെല്ലാം അടക്കി വെച്ചിരിക്കുന്നത് ആര് വേണ്ടിയിട്ടാണ്? ചേച്ചിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചേച്ചി പോയി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ അടങ്ങിയിരിക്കുന്നതാണോ വിചാരം? അങ്ങനെയാണ് കൃഷ്ണമോൾ പറയുമ്പോൾ തന്നെ അലീനയ്ക്ക് കാര്യമൊക്കെ പിടിയിട്ടുണ്ടോ. അങ്ങനെ അതൊരു വല്ലാത്ത ഒരു സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ. എപ്പിസോഡ് തീരാ ലേറ്റസ്റ്റ് എപ്പോഴും വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്